all, welcome to Future Powered by Gokulam. So, നമ്മൾ ഇന്ന് സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ സെൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണല്ലേ. സോ നമ്മൾ മേജർലി ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആനിമൽ സെൽ എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, എന്തായാലും നമുക്ക് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. ആനിമൽ സെൽസ് ഡ്രോ ചെയ്യുക, അതിൻ്റെ ഉള്ള ഓർഗനൽസിനെ കുറിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ചോദിക്കും. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഏതൊക്കെ ഓർഗനൽസ് ആണുള്ളത്, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ബേസിക്കലി അതിലുള്ളത്, ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു സെല്ലുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇന്ന് ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ എന്താണ്, പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ എന്താണ്, ബേസിക്കലി നമ്മൾ പ്രൊക്യാരിയോട്ടിക് സെല്ലും യുക്യാരിയോട്ടിക് സെല്ലുകളെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ടൈപ്പ് ഓഫ് സെൽ. ഓക്കെ, സോ ടൈപ്പ് ഓഫ് സെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലേക്ക് വരുന്നത് ഏത് രണ്ട് ടൈപ്പ് ഓഫ് സെല്ലാണ് നമുക്കുള്ളത്. നമ്മൾ മേജർലി പറയാന്നറിയോ, രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ പേരാണ് പ്രോകാരിയോട്ടിക്. ഓക്കെ, പ്രോകാരിയോട്ടിക് സെല്ലും ഉണ്ട്, അതേപോലെ തന്നെ യൂകാരിയോട്ടിക് സെൽസും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്കുള്ള സെൽസുകൾ. സോ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പ്രോകാരിയോട്ടിക് സെല്ലും ഉണ്ട്, യൂകാരിയോട്ടിക് സെല്ലും ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ പ്രോകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അതിലെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ബാക്ടീരിയനെ എക്സാമ്പിൾ ആക്കിയിട്ടാ പറയാം. അപ്പൊ ഞാനൊരു ബാക്ടീരിയനെ വരച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഇതൊരു ബാക്ടീരിയ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ബാക്ടീരിയ, ഒരു ടെയിലൊക്കെ ഉള്ള ഒരു ബാക്ടീരിയ ആണ്. പിന്നെ അതേപോലെ അവർക്ക് കുറച്ച് നമ്മളിപ്പം ഫ്ലജെല്ലാം വരച്ചു, കുറച്ച് പില്ലായി പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ വരയ്ക്കുകയാണ്. ബാക്ടീരിയനെ നമ്മളിങ്ങനെ വിസിബിളി കാണിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, നമുക്കറിയാം ബാക്ടീരിയന്റെ സെല്ലിന് നമുക്കൊരു സെൽ വോൾ എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും ഔട്ടർ മോസ്റ്റ് ആയിട്ട്. നമ്മൾ പറഞ്ഞിരുന്നു പ്ലാന്റ്, ബാക്ടീരിയ, ഫംഗൈ ദേ ഹാവ് സെൽ വോൾ എന്ന് നമ്മൾ പറഞ്ഞു. വേറെ ആനിമൽ സെല്ലിന് നമുക്ക് സെൽ വോൾ കാണാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത് സെൽ വോൾ ആണ്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ വരയ്ക്കുക, ഒരു ഡബിൾ ലെയേർഡ് ആയിട്ട് നമ്മൾ വരയ്ക്കണം. കാരണം എന്താണ്, ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു സെൽ മെംബ്രെയിൻ കൂടി ഉണ്ട്. ഓക്കെ, വി ഹാവ് എ സെൽ മെംബ്രെയിൻ എന്നൊരു സ്ട്രക്ചറും കൂടെ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരാളെ കാണാൻ വേണ്ടി പറ്റും. ആരെയാണ്? നമ്മുടെ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ കാണാം. അപ്പൊ ബാക്ടീരിയന്റെ കേസിൽ നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിയസ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല. പകരം നമുക്ക് എന്താ ഉണ്ടാവുക, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സൈറ്റോപ്ലാസത്തിൽ ബേറ്റ് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാം? സൈറ്റോപ്ലാസം കാണാം. ആൻഡ് സൈറ്റോപ്ലാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. ലൈക്ക് ഈ ഒരു രീതിയിലായിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പറയുന്നത്, ഇതിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോയിഡ് എന്നാ നമ്മൾ പറയാം. ഓക്കെ, ന്യൂക്ലിയോയിഡ്, ബിക്കോസ് അവിടെ ഒരു ന്യൂക്ലിയസ് എന്നൊരു പ്രൊട്ടക്ഷൻ അവിടെ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു യൂക്യാരിയോട്ടിക് സെല്ല് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഓക്കെ, യൂക്യാരിയോട്ടിക് സെല്ലിൽ നമുക്ക് എന്ത് കാണാം? സെൽ വോൾ ഉണ്ടാവില്ല. ദർ ഇസ് നോ സെൽ വോൾ ആണ്. ദർ ഇസ് നോ സെൽ വോൾ. അവിടെ ഞാൻ ഒരു ഇൻറ്റു ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സെൽ വോൾ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ആളാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. അതാണ് സെൽ മെംബ്രെയിൻ. ഇതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. അത് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് എന്താ? സൈറ്റോപ്ലാസം. ഉള്ളിൽ നമുക്ക് എന്തായാലും ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കാണാം? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ന്യൂക്ലിയസ് കാണാൻ വേണ്ടി പറ്റും. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിരിക്കും നമ്മളുടെ എന്തുണ്ടാവുക? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. ഓക്കെ, സോ യുക്കാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, ഇവർക്ക് ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയസ് എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ന്യൂക്ലിയസ് കാണാം. പ്രൊക്യാരിയോട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ന്യൂക്ലിയോയിഡ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നമുക്ക് ആനിമൽ സെല്ലോ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലോ അത് പറഞ്ഞ യൂക്യാരിയോട്ടിക് സെല്ല് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇതിവിടെ മിസ് വരച്ചത് യൂക്യാരിയോട്ടിക് സെല്ലാണ്. യൂക്യാരിയോട്ടിക് സെല്ല് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രൊക്യാരിയോട്ടിക് സെല്ലുകൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ന്യൂക്ലിയസ് ഇല്ല. പകരം അവിടെ എന്താണ്? ന്യൂക്ലിയോയിഡ് ആണ് ഉള്ളത് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇനി ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ ഇനി എന്താ ഡിഫറൻസ്? അത് പറഞ്ഞാൽ യൂക്യാരിയോട്ടിക് സെൽസിലെ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത്, അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ ആദ്യം സ്ട്രക്ചർ പഠിക്കണം. ഓക്കെ, സോ മിസ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണുള്ളത്, പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണുള്ളത്, അവരിൽ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് നോക്കാം ആനിമൽ സെൽസുകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, സോ ആനിമൽ സെല്ല് വരയ്ക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആനിമൽ സെല്ല് വരയ്ക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരയ്ക്കാം. ബിക്കോസ് നമുക്കൊരു സെൽ വോൾ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ സെൽ മെംബ്രെയിൻ ആണ് ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതൊരു സെൽ മെംബ്രെയിൻ എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു സെൽ മെംബ്രെയിൻ എന്നാക്കുവാണേ. സെൽ മെംബ്രെയിൻ എന്ന സ്ട്രക്ചർ ഞാൻ വരച്ചു. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് സെൽ മെംബ്രെയിൻ ആണ് ഉള്ളത്. നമ്മൾ ആനിമൽ സെല്ലിനെ ആട്ടോ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓർത്ത് വെക്കുക, ആനിമൽ സെല്ലിനെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ആനിമൽ സെൽ. ഓക്കെ, നമുക്കിത് എന്തായാലും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. സോ ആനിമൽ സെല്ലിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്കൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സോ ഞാനിപ്പോ ഈ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത് നമ്മളുടെ എന്താണ്? സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, ഇനി ആരാ ഉള്ളത്? നമുക്കറിയാം, നമുക്കൊരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ന്യൂക്ലിയസിനെ വരക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഞാൻ ന്യൂക്ലിയസിനെ വരക്കാം. ഇതാണ് ന്യൂക്ലിയസ് എന്ന സ്ട്രക്ചർ. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് DNA ഉള്ളത്. DNA ആണ് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഒക്കെ തീരുമാനിക്കുന്ന ആ ഒരു മേജർ ഭാഗം നമുക്ക് എവിടെയാ ഉള്ളത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ, സോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിങ്ങൾ ആരെ വരയ്ക്കണം? ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു കോയിൽഡ് ആയിട്ടുള്ള ചുരുണ്ട മുടി ഇരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കാണുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നാ പറയാം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA, ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ് നമുക്ക് DNA കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. ഇനി നമുക്ക് സെൽ ഓർഗനൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ സെൽ ഓർഗനലിലെ ER എന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഓക്കെ, ER ഓർത്ത് വെക്കുക. ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെയാ കാണുക എന്നറിയോ? നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ ഇതിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാം. ലൂസ്ലി ഇങ്ങനെ കോയിൽഡ് ആയിട്ടൊരു സ്ട്രക്ചർ കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ER അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്മൂത്തും ഉണ്ട്, റഫും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സ്മൂത്ത് റഫ് എന്ന് പറയുമ്പോൾ റഫിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ടാണ് അവർ റഫ് ആയിട്ട് കാണുന്നത്. സ്മൂത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ കുറച്ച് റൈബോസോംസ് ഉണ്ടാവും. ഓക്കെ, ആ റൈബോസോംസ് വരുമ്പോൾ അവിടെ റഫ് ആയി പോകും. ഓക്കെ, സോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് റൈബോസോംസിനെ മാർക്ക് ചെയ്ത് തരാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ ഞാൻ കുറച്ച് ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് റൈബോസോംസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അവരെ RER എന്ന് വിളിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ SER എന്നാ വിളിക്കുക. SER എന്ന് പറയുമ്പോൾ സ്മൂത്ത് ആയിരിക്കും, അതിന്റെ ഉള്ളിൽ റൈബോസോം ഒന്നും ഉണ്ടാവില്ല. RER എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും? റൈബോസോംസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമുക്കുള്ള അടുത്ത ഓർഗനലിന്റെ പേരാണ്, ഓക്കെ, ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഓർഗനലിയാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ള ഇവനെയാണ് നമ്മൾ എന്ത് പറയാ? മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ മൈറ്റോകോൺഡ്രിയ വിച്ച് ഇസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിൽ എനർജി ഉണ്ടാക്കണം എന്നുള്ള ഒരു മേജർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ. സോ ഇവനാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? ATP എനർജി മോളിക്യൂൾ അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. ഓക്കെ, ഇനി അടുത്ത ഓർഗനലിനെ നോക്കിയാലോ? ഇനി അടുത്ത ഓർഗനലിൽ ഏതായിരിക്കും? മൈറ്റോകോൺഡ്രിയ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരാളുണ്ട്, അതാണ് നമ്മുടെ ലൈസോസോം എന്നാണ് നമ്മൾ പറയുക. ഇവനെ ഞാൻ ലൈസോസോം എന്ന് പറയാം. ഓക്കെ, ലൈസോസോം. ഈ ലൈസോസോം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ കോൾഡ് സൂയിസൈഡൽ ബാഗ്സ് എന്നാ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലും വൈറസസോ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ വരുമ്പോൾ നമ്മുടെ സെല്ലിനെ നമുക്ക് രക്ഷിക്കണ്ടേ? മറ്റുള്ള സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള സെല്ലിലേക്ക് പോവാതെ നമ്മളെ സെല്ലിനെ രക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സൂയിസൈഡൽ ബാഗ്സ് ഉണ്ട്. ലൈസോസോമിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് എന്നാ വിളിക്കുക. ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡൈജസ്റ്റീവ്, മീനിങ് എന്താ പറയാ, നമ്മുടെ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഹൈലി നമ്മൾ ആ സെല്ലിനെ തന്നെ കൊന്നു കളയാൻ പറ്റുന്ന അത്രയ്ക്കുമുള്ള ഡൈജസ്റ്റീവ് എൻസൈംസുകൾ നമ്മുടെ ലൈസോസോമിൽ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദം ആസ് സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കും. അപ്പൊ ലൈസോസോമിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നതാണ് സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കും.
ഓക്കെ, സൂയിസൈഡൽ ബാഗ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി നമുക്കുള്ള അടുത്ത ഓർഗനലിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു മൈറ്റോകോൺട്രിയ പറഞ്ഞു, ലൈസോസോം പറഞ്ഞു. ഇനി നമുക്കുള്ള അടുത്ത ഓർഗനലിയാണ് ഏതാണ്? നമ്മളുടെ ഗോൾജി അപ്പാരറ്റസ്. നമ്മൾ ഇങ്ങനെയാട്ടോ ഗോൾജീനെ വരക്കുക. സിസ്റ്ററിനെ പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ വരക്കുക അവരെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇവനെയാണ് നമ്മൾ ഗോൾജി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾജി ബോഡീസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റുന്ന അടുത്തൊരാളാണ് നമ്മളുടെ ആര്? റൈബോസോംസ് എന്ന് പറയുന്നത്. ഞാൻ RER-നകത്തും SCR-നകത്തും മീനിങ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്താണ് റൈബോസത്തിനെ പറഞ്ഞത്. അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് ലാർജ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റുമായിട്ട് നമുക്ക് റൈബോസോംസിനെയും കൂടെ കാണാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സോ ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് എന്തിലുള്ളത്? നമ്മളുടെ ഒരു ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരാളെയും കൂടെ പറയാം. സ്മോൾ വാക്യൂൾസിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. സ്മോൾ ആയിട്ടുള്ള വാക്യൂൾസ് നമ്മുടെ ആനിമൽ സെല്ലിലും കൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാക്യൂൾസ് എന്ന് പറയാം. സോ നമുക്ക് വാക്യൂൾസിനെയും കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇതാണ് ഒരു ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ. ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒരു സെല്ലിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, ഒരു സൈറ്റോപ്ലാസം ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് സെൽ ഓർഗനൽസും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മിസ് കാണിച്ചെന്നു, ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ പോലെ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ER എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, പിന്നെ നമുക്ക് ഗോൾജി ബോഡി കാണാം. ഓക്കെ, പിന്നെ മൈറ്റോകോൺട്രിയ കാണാം, പിന്നെ ലൈസോസോംസ് കാണാം, പിന്നെ റൈബോസോംസ് കാണാം, സ്മോളർ വാക്യൂൾസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ആനിമൽ സെല്ലിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്ലാന്റ് സെല്ലിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഇപ്പൊ വിചാരിക്കുന്നില്ലേ? എന്തൊക്കെയായിരിക്കും പ്ലാന്റ് സെല്ലിൽ ഉണ്ടാവുക? ഓക്കെ, സോ പ്ലാന്റ് സെല്ല് മിസ് വരച്ചു തരാം. പ്ലാന്റ് സെല്ല് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കുക പ്ലാന്റ് സെല്ല്. ഓക്കെ, പ്ലാന്റ് സെല്ലിന് നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ആയിട്ട് ആരുണ്ട്? ഒരു സെൽ വാൾ എന്നൊരു സ്ട്രക്ചർ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കണം? നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ആരെയാണ്? നമ്മുടെ സെൽ വാളിനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. കുറച്ച് കട്ടിയിലായിരിക്കും നമ്മൾ എന്ത് വരക്കുക? സെൽ വാൾ വരക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ആരെയാണ് വരയ്ക്കാൻ പോകുന്നത്? പ്ലാന്റ് സെല്ലിനെയാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആരെ വരയ്ക്കാൻ പോകുന്നു? പ്ലാന്റ് സെൽ. ഓക്കെ, പ്ലാന്റ് സെല്ലിനെ വരയ്ക്കുന്നു. സോ ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഇപ്പൊ മാർക്ക് ചെയ്ത ആളാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്നാണ് നമ്മൾ പറയുക. സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്നാണ് നമ്മൾ പറയുക. അത് കുറച്ച് റിജിഡിറ്റിയും സപ്പോർട്ടും ഒക്കെ കൊടുക്കാനാണ് സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരാളെ കാണാൻ വേണ്ടി പറ്റും. അവരാണ് നമ്മളുടെ ആര്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇവനാണ് നമ്മളുടെ ആര്? സെൽ മെംബ്രെയിൻ. ഓക്കെ, ഇവനാണ് നമ്മളുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ആരെ കാണാൻ വേണ്ടി പറ്റും? സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആ ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ ഉള്ള സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളുടെ സൈറ്റോപ്ലാസം. ഓക്കെ അല്ലേ? സൈറ്റോപ്ലാസം. ഇത് മൂന്നും ബേസിക് മീനിങ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ന്യൂക്ലിയസും കൂടെ ഞാൻ വരച്ചു തരാം. ഇതാ ന്യൂക്ലിയസ് നമുക്ക് ഇവിടെ വരക്കാം. ഓക്കെ, ന്യൂക്ലിയസും കൂടെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മളുടെ ആരുള്ളത്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രസൻസ് ഉള്ള ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. സോ ഇതാണ് നമ്മളുടെ എന്താ? ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ദിസ് ഇസ് ദ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ദിസ് ഇസ് ദ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഈ ന്യൂക്ലിയസിന്റെ ഔട്ടർ സൈഡ് നമ്മൾ ആനിമൽ സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഔട്ടർ സൈഡും നമുക്ക് ആരെ കാണാൻ പറ്റും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കാണാൻ വേണ്ടി പറ്റൂ കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ ER എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു SCR ആൻഡ് RER. ഓക്കെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ പോലെ ഉള്ളത്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ക്ലിയർ അല്ലേ? ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? കുറച്ച് റൈബോസോംസിനെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് റഫ് ER, SCR എന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മേജർലി നമ്മുടെ ഒരു ആനിമൽ സെല്ല് പ്ലാന്റ് സെല്ല് വ്യൂ ചെയ്യുന്ന സമയത്ത് മേജർലി അതിന്റെ ഏറ്റവും കൂടുതൽ പോർഷനും ഒരു വലിയ വാക്യൂൾ ആയിരിക്കും അതിൽ സ്പേസ് എടുത്തിട്ടുണ്ടാവാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഒരാളെ വരക്കണം. ആരാണ്? നമ്മുടെ വാക്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ വാക്യൂൾ നന്നായിട്ട് വരക്കാം. ദാ ഇവനാണ്. കുറച്ച് നല്ല സ്പേസ് എടുത്തിട്ടായിരിക്കും അവരുണ്ടാവുക. സോ ദിസ് വൺ ഈസ് നമ്മുടെ ആര്? നമ്മുടെ വാക്യൂൾസ് എന്ന് പറയുന്നത്.
ഓക്കെ, ലാർജർ വാക്യൂൾസ് ആയിരിക്കും. പ്ലാന്റ് സെല്ല് നോക്കുമ്പോൾ തന്നെ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം, ഒരു ലാർജർ വാക്യൂൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിം ആസ് നമുക്ക് ആരുണ്ട്, നമ്മുടെ മൈറ്റോകോൺട്രിയ. ഇവിടെ നമുക്ക് ആരെ കാണാം, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ആനിമൽ സെല്ലിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ ആരെ കാണാം, മൈറ്റോകോൺട്രിയനെ കാണാം. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ആരെ കാണാൻ പറ്റും, മൈറ്റോകോൺട്രിയ കറക്റ്റ് ആണ്. പിന്നെ എന്തിനു കാണാം നമുക്ക്, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു പച്ച കളറിലുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പച്ച കളറിൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് വിച്ച് നോർമലി ഗിവ്സ്, അതിനകത്താണ് നമുക്ക് ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ഉള്ളത്. അതാണ് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിഡ് ആണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും നമുക്ക് പ്ലാന്റ് സെല്ലിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആളാണ് നമ്മുടെ ഗോൾജി അപ്പാരറ്റസ്. ഓർമ്മയില്ലേ, നമ്മൾ നേരത്തെ ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ വരച്ചതേ ഉള്ളൂ, അവരെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വരക്കുന്നത്. ആരാണ്, നമ്മളുടെ ഗോൾജി അപ്പാരറ്റസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നമ്മളുടെ ഗോൾജി അപ്പാരറ്റസ് ആണ്, അല്ലെങ്കിൽ ഗോൾജി ബോഡീസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ മുന്നേ വരച്ചിട്ടുള്ള നമ്മുടെ റൈബോസോം. ഓക്കെ, ഇവൻ നമ്മുടെ റൈബോസോം. സോ ഇത്രയും ആൾക്കാരെ നിങ്ങൾ എന്തിൽ പഠിക്കണം, പ്ലാന്റ് സെല്ലിലും പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ചില ആൾക്കാരുണ്ട്, കോമൺലി കുറച്ച് ആൾക്കാരുണ്ട്, കോമൺ അല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, കോമൺലി കുറച്ച് ആൾക്കാരുണ്ട്, കോമൺ അല്ലാത്തവരും ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് വ്യത്യസ്തമായി കണ്ടാലോ? ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം, കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, കോമൺ അല്ലാത്ത ആളാരെന്ന്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ നോക്കി അറിയാം, സെൽ വോൾ പുതിയൊരാളാണ്, ആനിമൽ സെല്ലിൽ നമുക്കില്ല. ക്ലോറോപ്ലാസ്റ്റ് പുതിയൊരാളാണ്, നമുക്ക് ആനിമൽ സെല്ലിൽ ഇല്ല. ഓക്കെ, ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം. പിന്നെ ലാർജ് വാക്യൂൾസ് ആണ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ ഉള്ളത്, ആനിമൽ സെല്ലിൽ സ്മോൾ വാക്യൂൾസ് ആണുള്ളത്. അതാണ് ആ ഡിഫറൻസ്. ഓക്കെ അല്ലേ? സോ ആ കാര്യം നിങ്ങൾ ഓർത്തുക്കണം. ബാക്കി എല്ലാം അപ്പുറം ഇപ്പുറയും കോമൺ, ആനിമലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആണ്. ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം മിസ് ഒന്ന് എഴുതി തരാം, ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതി തരാം. ഇതാ നമ്മുടെ ഇവിടെ പ്ലാന്റ് സെല്ലിനെ കുറിച്ച് എഴുതി തരാം. ഓക്കെ, പ്ലാന്റ് സെല്ല്, ഇവിടെ ആരുണ്ട്, ആനിമൽ സെല്ലുണ്ട്. ഓക്കെ, പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ലുണ്ട്. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഫ്രണ്ടിൽ എഴുതാം, നടുവിൽ എഴുതാം കേട്ടോ. കോമൺ ആയിട്ടുള്ള ആൾക്കാർ, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ആൾ ഇപ്പറ എഴുതാം. സോ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പറഞ്ഞേ. ഫസ്റ്റ് വൺ നമുക്ക് പറയാം മൈറ്റോകോൺട്രിയ, രണ്ടുപേർക്കും കോമൺ അല്ലേ? ഓക്കെ, മൈറ്റോകോൺട്രിയ ഉണ്ട്. രണ്ടാമത്തെ നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൊടുക്കാം. ഓക്കെ, തേർഡ് വൺ നമുക്കറിയാം സെൽ മെംബ്രെയിൻ. ഓക്കെ, ബേസിക് സ്ട്രക്ചർ അല്ലേ സെൽ മെംബ്രെയിൻ. ഓക്കെ, നാലാമത്തെ എന്താണ്, സൈറ്റോപ്ലാസം കൊടുക്കാം. ഓക്കെ, പിന്നെ ആരെ കൊടുക്കാം, നമുക്ക് ആരെ കൊടുക്കാം, റൈബോസോം കൊടുക്കാം. ഓക്കെ, കോമൺ അല്ലേ? പിന്നെ ആരെ കൊടുക്കാം, ഗോൾജി കൊടുക്കാം. ഓക്കെ, ഗോൾജി ബോഡീസ് കൊടുക്കാം. ഓക്കെ, പിന്നെ ആരെ കൊടുക്കാൻ പറ്റും, ഇത്രയും ക്ലിയർ ആണോ? മൈറ്റോകോൺട്രിയ, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, റൈബോസോം, ഗോൾജി ബോഡീസ്, ഇത്രയും പേര് കോമൺ ആയിട്ട് നമുക്ക് രണ്ടു പേരിലും കാണാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലേ? ഇനി നമുക്ക് വേറെ ആരെയാ കാണാൻ വേണ്ടി പറ്റാം, നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ആരെ കാണാൻ പറ്റും, ഇനി കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, ന്യൂക്ലിയസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ആനിമൽ സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്ന ആൾക്കാരാ, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ആളാണ് സെൽ വോൾ, അത് ആനിമൽ സെല്ലിൽ ഇല്ല. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ആരെയാ കാണാൻ പറ്റുക, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആളാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എന്ന സ്ട്രക്ചർ കാണാം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് കാണുന്നത് ഇവിടെ ലാർജ് വാക്യൂൾസ് കാണാം. ഓക്കെ, ലാർജ് വാക്യൂൾസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ലാർജ് വാക്യൂൾസ് നമുക്ക് പ്ലാന്റ് സെല്ലിൽ കാണാം. ഓക്കെ, ഇനി ആനിമൽ സെല്ല് നോക്കുകയാണെങ്കിലോ, ആനിമൽ സെല്ലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, നമ്മുടെ ലൈസോസോം. ഓക്കെ, ലൈസോസോം എന്നൊരാൾ എന്താണ് നമുക്ക് ആനിമൽ സെല്ലിൽ മാത്രമേ കാണാം, സൂയിസൈഡൽ ബാഗ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഓക്കെ, പിന്നെ വേറൊരാളും കൂടെ കാണും, സെൻട്രിയോൾസ് എന്നൊരാൾ. ഓക്കെ, ഈ സെൻട്രിയോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷന്റെ സമയത്ത് മാത്രമേ സെല്ലിൽ കാണാൻ പറ്റുള്ളൂ. സെൻട്രിയോൾസും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആരാ, ലൈസോസോം പറഞ്ഞു, സെൻട്രിയോൾസ് പറഞ്ഞു, പിന്നെ നമുക്ക് സ്മോൾ വാക്യൂൾസ് ആണ് ഇവിടെ ഉള്ളത് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ ആണോ? പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും നമ്മൾ വരച്ചു, ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് മിസ് കാണിച്ചു തന്നു. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി, ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായെന്ന് മനസ്സിലായി, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളവർക്കും രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയവരും ആരൊക്കെയാണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ സെല്ലിന്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ലേബൽ ചെയ്യും, ലൈക്ക് ആനിമൽ സെല്ല് തന്നിട്ട് ഇത്രയും പാർട്സുകൾ ആരൊക്കെയാണ്, പ്ലാന്റ് സെല്ലുകൾ തന്നിട്ട് ഇന്ന പാർട്സുകൾ ലേബൽ ചെയ്യുക എന്നൊക്കെ നമ്മളോട് പറയും. ഓക്കെ അല്ലേ? സോ മിസ് ഒന്ന് ജസ്റ്റ് ആനിമൽ സെല്ലിന്റെ ഒരു പിക്ചർ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം, ഒരു പിക്ചറൈസേഷൻ പോലെ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലാണ് ആനിമൽ സെല്ല്.
ഇതാ നിങ്ങൾക്ക് ഒരു സെൽ മെംബ്രെയിൻ കാണാം, ഒരു ന്യൂക്ലിയസ് കാണാം, ഉള്ളിലെ സൈറ്റോപ്ലാസം കാണാം. പിന്നെ മിസ് വരച്ചു തന്ന ഓർഗനലൈസ് കാണാം, ദാ മൈറ്റോകോൺട്രിയ കാണാം, ലൈസോസോം കാണാം, ഗോൾജി ബോഡി കാണാം, ദ ഔട്ടർ ആയിട്ട് ന്യൂക്ലിയസിന് ഔട്ടർ ആയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാം. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ, ഇതാ സ്മോൾ വാക്യൂൾസ് കാണാം, പിന്നെ ആരെ കാണാം, റൈബോസോംസിനെ കാണാം. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ആനിമൽ സെല്ലിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്ലാന്റ് സെല്ല് വ്യൂ ചെയ്യുകയാണെങ്കിലോ, പ്ലാന്റ് സെല്ല് നോക്കുകയാണെങ്കിലോ, ദാ പ്ലാന്റ് സെല്ല് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുറമേ ഒരു സെൽ വോൾ കാണാം, കണ്ടില്ലേ, കട്ടിയിൽ ഒരു സെൽ വോൾ കണ്ടില്ലേ, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു സെൽ മെംബ്രെയിൻ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്കൊരു ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിനെ പോലെ തന്നെ സ്പേസ് എടുക്കുന്ന ഒരു വാക്യൂളിനെ കാണാൻ പറ്റും. പിന്നെ ഇതാ മൈറ്റോകോൺട്രിയ, പിന്നെ പച്ച കളറിൽ നമ്മൾ ഡിനോട്ട് ചെയ്ത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റുകളെ കാണാം. പിന്നെ ഇതാ ഗോൾജി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ റൈബോസോംസ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ ആ ഒരു കോമൺ ആയിട്ടുള്ള വ്യത്യാസങ്ങളും നിങ്ങൾ നോക്കണം. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങളും കൂടെ നിങ്ങൾ നോക്കണം. സോ ഇത്രയുമാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത് എന്താണ്, രണ്ട് ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.